ഭാരതമാതാ കോളേജ് 1965 ജൂലൈയിലാണ് തുടങ്ങിയതെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ വരുന്ന കാലത്ത് എന്നെപ്പോലെ തന്നെ അപ്പോയിൻമെൻറ്റ് കിട്ടിയ വേറൊരു ജീവി ഉണ്ടായിരുന്നു. അതൊരു ചെറിയ മൂർഖനായിരുന്നു. ആദ്യത്തെ ക്ലാസ്സസ് നടന്നിരുന്നത് ഒരു ഷെഡിലായിരുന്നു. ഓപ്പൺ ഷെഡാണ്. അതിനകത്ത് ഈ സ്ക്രീനൊക്കെ വെച്ച് മറച്ചിട്ട് ക്ലാസ്സസ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു സാർ ഇത്ര ശബ്ദത്തിൽ പറയുന്ന ആളാണെങ്കിൽ മറ്റേ ക്ലാസ്സിൽ ശബ്ദം കേൾക്കും. കോളേജിൻ്റെ ആരംഭം കർദിനാൾ ജോസഫ് പാറേക്കാട്ടിൽ എന്ന മെത്രാപ്പോലിത്തയായിരുന്നു. അദ്ദേഹം എറണാകുളം രൂപതയുടെ അധ്യക്ഷനായിരുന്നു. അദ്ദേഹമാണ് ദീർഘവീക്ഷണത്തോടുകൂടി തൃക്കാക്കരയിൽ കോളേജ് ആരംഭിച്ചത്. ഇതിപ്പോഴത്തെ ലൈബ്രറി കോംപ്ലക്സ്. ഇത് നിന്നിരുന്ന സ്ഥാനത്താണ് ആദ്യത്തെ കോളേജ് കെട്ടിടം. ഭാരതമാതാ തൃക്കാക്കര ക്യാമ്പസ് ആദ്യം തുടങ്ങുന്നത് നെടുനീളത്തിൽ കിഴക്ക് പടിഞ്ഞാറ് നിന്നിരുന്ന ഒരു ഷെഡിലാണ്, ആസ്പെറ്റോസ് കൊണ്ടുണ്ടാക്കിയ ഷെഡ്. അപ്പോൾ ഞാൻ വരുന്ന കാലത്ത് അത് കോളേജ് ഓഡിറ്റോറിയമായിട്ട് മാറിയിരുന്നു. കോളേജ് മെയിൻ ബിൽഡിങ്ങിൻ്റെ പണിയും ഏകദേശം മുക്കാലും തീർന്നിരുന്നു. അപ്പോൾ അത് നീണ്ട് നമ്മുടെ കോളേജിൻ്റെ പോർച്ചിൻ്റെ ലെവൽ മുതൽ ഇന്നത്തെ MBA ബ്ലോക്ക് വരെ നീളമുള്ള ആ കെട്ടിടത്തിലായിരുന്നു 3 ബാച്ച് പ്രീ ഡിഗ്രി. ഫസ്റ്റ് ഗ്രൂപ്പ്, അതായത് മാത്സ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ് ബയോളജി ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പ് എക്കണോമിക്സ് ഗ്രൂപ്പ്. അന്ന് കൊമേഴ്സ് ഗ്രൂപ്പ് ഇല്ലായിരുന്നു. ഭാരതമാതാ കോളേജ് 1965 തുടങ്ങുമ്പോൾ ഇന്ന് ഭാരതമാതാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ലൈബ്രറി ഒക്കെ ഇരിക്കുന്ന ആ സ്ഥലത്ത് ഒരു ലൈൻ കെട്ടിടം പോലെ ആസ്ബസ്റ്റോസ് റൂഫും പകുതി കല്ലുകൊണ്ട് കെട്ടിയ മതിലും തേച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. അത് ഒരാഴ്ച കൊണ്ട് പണി തീർത്ത് ക്ലാസ് തുടങ്ങേണ്ട അവസ്ഥയിലായിരുന്നു ഭാരതമാതാ കോളേജ് അന്ന് തുടങ്ങിയത്. ഭാരതമാതാ കോളേജ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഈ സ്ഥലം എറണാകുളം അതിരൂപതയുടെ കൈവശം ഉണ്ടായിരുന്നതാണ്. അതിന് നേതൃത്വം വഹിച്ചത് അന്നത്തെ പ്രോക്യുറേറ്ററായിരുന്ന ആൻ്റണി പുതുശ്ശേരി അച്ഛനാണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹത്തിൻ്റെ ഒരു കസിൻ വർഗീസ് പാറയ്ക്കൻ, അദ്ദേഹം ഒരാഴ്ച കൊണ്ട് കല്ലും മരവും ആശാരിമാരും ഒക്കെ ആയിട്ട് വന്ന് ഈ കെട്ടിടം പണിതു എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ളത്. കണ്ടത്തി പിതാവിന് ഉണ്ടായിരുന്ന വില്ല അന്ന് കോളേജ് ഓഫീസായിട്ട് പ്രവർത്തിച്ചു. പിന്നീട് കോളേജ് ഓഡിറ്റോറിയമായിട്ട് മാറിയ ഷെഡ് ക്ലാസ് റൂമുകളായിട്ടും, പിന്നീട് കോളേജിൻ്റെ ഒരു പകുതി ഉണ്ടായി. ആ സമയത്ത് തന്നെ വില്ല ഇരുന്നതിൻ്റെ പുറകിലായിട്ട് ഹോസ്റ്റൽ, ഭാരതമാതാ ഹോസ്റ്റൽ, ബോയ്സ് ഹോസ്റ്റൽ 2 നില പണിതു. പിന്നീട് ഈ വില്ലയും പൊളിച്ച് കളഞ്ഞിട്ട് ഹോസ്റ്റൽ കെട്ടിടം 3 നിലയായി തീർന്നു. കോളേജ് ബിൽഡിങ്ങിൻ്റെ ആദ്യ ഭാഗം ഇവിടെ വന്ന് അവസാനിച്ചിരുന്നു. ഇതിൻ്റെ വടക്കേ അറ്റമാണ്. സുവോളജിയിൽ കണ്ട ലൈബ്രറി അലമാരി പണ്ട് ജനലായിരുന്നു, വടക്കോട്ട് തുറക്കുന്ന ജനലായിരുന്നു. അതിൻ്റെ അടുത്ത മുറിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അതിൻ്റെ കട്ടിങ് നമുക്ക് കാണാൻ പറ്റും, അതിൻ്റെ സൺഷെയ്ഡും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതിവിടെ ഫിസിക്സ് ക്ലാസ് റൂം നടക്കുന്ന സ്ഥലമായിരുന്നു. അത് പണ്ട് മലയാളം ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റുകളുമായിരുന്നു. അന്ന് കുറച്ച് നാൾ അതൊരു അലമാര പോലെ ഉപയോഗിച്ചിരുന്നു ആ ഭാഗം. പിന്നെ ക്ലാസ് റൂം ആയി കഴിഞ്ഞപ്പോൾ അലമാര മാറ്റി ആ സൺഷെയ്ഡിൻ്റെ ഒരു ഭാഗം മാത്രം അവിടെ നിലനിർത്തിയിട്ടുണ്ട്. ഭാരതമാതാ കോളേജ് എന്നുള്ള പേര് is all indicates it is totally secular. Secular values its hold high. As you know, the motto is for God and country. It is owned by the Archbishop
ജോസഫ് കാർഡിനൽ പറയക്കാട്ടിൽ. അന്നത്തെ മെത്രാപ്പോലിത്തയായിരുന്ന കണ്ടത്തിൽ പിതാവ് ധ്യാനത്തിനും അല്ലെങ്കിൽ ഹോളിഡേയ്സ് താമസിക്കാനായിട്ട് ഇവിടെ ഒരു വില്ലയുണ്ടായിരുന്നു. ആ വില്ലയിൽ ആണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അന്ന് കാലത്ത് വിദേശത്തുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഈ ക്യാമ്പസിൽ ഒരു ചെറിയ ചാപ്പല് പണിയാനുള്ള പണം കൊടുത്തിരുന്നു. ആ പണം ഉപയോഗിച്ച് കോളേജ് ക്യാമ്പസിലെ ആദ്യത്തെ പള്ളി വരുന്നത്. കോളേജ് വരുന്നതിന് മുമ്പേ തന്നെ വില്യംസ് ചാപ്പൽ എന്ന പേരിൽ ആ പള്ളി അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു കുറേ കാലം അത് കോളേജിൻ്റെ ചാപ്പലായിട്ട് തന്നെ ഇരുന്നിരുന്നു. ഇപ്പോൾ അതൊരു ഇടവക പള്ളിയായിട്ട് ലിറ്റിൽ ഫ്ലവർ ചർച്ച് എന്നുള്ള പേരിൽ അത് മാറ്റി സ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ്. ആദ്യത്തെ അധ്യാപകർ കുര്യാസ് ജെ കടവൻ, പി ജോൺ, PJ പോൾ, അദ്ദേഹം മരിച്ചുപോയി. സിറിയക്ക് വേമ്പന, ബേബി വർഗീസ് മരിച്ചുപോയി. K. കുരുള, അദ്ദേഹം മരിച്ചുപോയി. പ്രൊഫസർ അരവിന്ദാക്ഷ മേനോൻ, കൊടിയനച്ഛൻ, ഹോസ്റ്റലിൻ്റെ വാർഡൻ കൂടെയായിരുന്ന കൊടിയനച്ഛൻ, ഇവരൊക്കെയായിരുന്നു ആദ്യത്തെ ടീച്ചിങ് ടീമിലുണ്ടായിരുന്നത്. വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ആദ്യത്തെ ഇൻ്റർവ്യൂ നടന്നത് കളമശ്ശേരി സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. അന്ന് അധ്യാപകർ താമസിച്ചിരുന്നതും കളമശ്ശേരി സോഷ്യലിൽ മുറികളുണ്ടായിരുന്നു. അവിടെ കുറച്ച് അധ്യാപകർ താമസം ഉണ്ടായിരുന്നു. ഭാരതമാതാ കോളേജ് തുടങ്ങുമ്പോൾ ആൻ്റണി അച്ഛൻ, CMI-കാരനായ ആൻ്റണി അച്ഛനായിരുന്നു പ്രിൻസിപ്പലായിട്ട് കൊണ്ടുവന്നത്. അദ്ദേഹം 2-3 കൊല്ലം പ്രിൻസിപ്പലായിട്ടിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം അവരുടെ സഭയുടെ ആവശ്യത്തിനായി തിരിച്ചുപോയി. അപ്പോൾ ഒരു മറ്റത്തിലച്ഛനാണ് പിന്നീട് പ്രിൻസിപ്പലായിട്ട് വന്നത്. അദ്ദേഹവും 2-3 കൊല്ലത്തിൽ കൂടുതൽ ഇവിടെ ഇരുന്നില്ല. അത് കഴിഞ്ഞ് റവറൻഡ് ഡോക്ടർ CA എബ്രാഹിം, അദ്ദേഹം ഭാരതമാതാ കോളേജിൻ്റെ പ്രിൻസിപ്പലായിട്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1969-70 കാലഘട്ടത്തിലാണ് അദ്ദേഹം ഭാരതമാതാ കോളേജിൻ്റെ പ്രിൻസിപ്പലായിട്ട് വരുന്നത്. അദ്ദേഹം ഒരു 10-11 കൊല്ലത്തോളം 81 ഡിസംബർ വരെ അദ്ദേഹം ഭാരതമാതാ കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം പഠിക്കാനൊക്കെ ആയിട്ട് വിദേശത്ത് പോയപ്പോൾ PD ഔസേപ്പ് സാറ്, മാത്തമാറ്റിക്സിൽ PD ഔസേപ്പ് സാറ്, പിന്നെ സിസ്റ്റർ ജാനിറ്റ, ഇവരൊക്കെ കുറേ കാലം പ്രിൻസിപ്പലായിട്ടിരുന്നു. അദ്ദേഹം റിട്ടയർ ചെയ്തതിന് ശേഷം, എബ്രാഹത്തിന് റിട്ടയർ ചെയ്തതിന് ശേഷം 1 കൊല്ലം സിസ്റ്റർ ജാനിറ്റ പ്രിൻസിപ്പലായിരുന്നു. അത് കഴിഞ്ഞ് കരിയാട്ടിയച്ഛൻ, ജേക്കബ് കരിയാട്ടി, അദ്ദേഹം 8-9 കൊല്ലം പ്രിൻസിപ്പലായി ഭാരതമാതാ കോളേജിലിരുന്നു. അദ്ദേഹം പോയതിന് ശേഷം റവറൻഡ് ഡോക്ടർ ജോർജ് കോയിപ്പറമ്പിൽ, അദ്ദേഹം സെൻറ്റ് തെരേസാസ് കോളേജിൽ നിന്ന് വന്നതാണ്. അദ്ദേഹം 5 കൊല്ലം ഇവിടെ പ്രിൻസിപ്പലായിട്ടിരുന്നു. അതിനുശേഷം ഭാരതമാതാ കോളേജിലെ അധ്യാപകർ തന്നെ മാറി ഓരോരുത്തർ റിട്ടയർ ചെയ്യുന്നതുവരെ ഭാരതമാതാ കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നു. കോയിപ്പറമ്പിലച്ഛന് ശേഷം ഫിസിക്സിലെ ഹെഡായിരുന്ന പ്രൊഫസർ ജോസേവിയർ, അത് കഴിഞ്ഞ് ബോട്ടണിയുടെ ഹെഡായിരുന്ന പ്രൊഫസർ VI ജോർജ്, അത് കഴിഞ്ഞ് കെമിസ്ട്രി ഹെഡായിരുന്ന പ്രൊഫസർ EA മാത്യു പഞ്ഞിക്കാരൻ, അദ്ദേഹത്തെ തുടർന്ന് കെമിസ്ട്രിയിൽ തന്നെ പ്രൊഫസർ ജോർജ് ജോസഫ്, അത് കഴിഞ്ഞ് ഇംഗ്ലീഷിലെ പ്രൊഫസർ AD പോൾ, അത് കഴിഞ്ഞ് കെമിസ്ട്രിയിലെ ഡോക്ടർ ലാലിയാമ്മ ജോസ് തുടങ്ങിയവർ ഭാരതമാതാ കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നു. കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർ ജോയ് ജോസഫ് പുതുശ്ശേരിയാണ് ഭാരതമാതാ കോളേജിൻ്റെ പ്രിൻസിപ്പലായിട്ട് സേവനമനുഷ്ഠിക്കുന്നത്.